എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു ആയിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങൾ നടത്തുന്നതിന് ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന ഏത് വ്യക്തിയിലേക്കാണോ എത്തിയിരിക്കുന്നത് ആ വ്യക്തിയെ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. എൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഈ ചാനലിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ സ്വന്തം മക്കളാണെന്നും ആ മക്കളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിലേക്ക് അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുമെന്നും അവരെ എല്ലാ രീതിയിലും അമ്മ മാതാവ് ഉയർത്തിക്കൊണ്ടുവരുമെന്നും ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം അമ്മ മാതാവ് നടത്തി കൊടുക്കുമെന്നും അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണ്. അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേരുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഞാൻ പറയുന്ന സമയത്ത് അമ്മ മാതാവിനോട് സമർപ്പിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യാം. അതുപോലെ തന്നെ ഈ ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവഭക്തിയോടുകൂടി തന്നെ പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അമ്മ മാതാവിലേക്ക് സമർപ്പിക്കാം. അങ്ങനെ ആവുമ്പോഴാണ് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് നിങ്ങൾ മാറുന്നത്. നിങ്ങളുടെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അമ്മ മാതാവ് എടുത്ത് നീക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. കാരണം അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് സ്വന്തം മക്കൾക്ക് വേണ്ടി അമ്മ മാതാവ് ഒരുക്കി നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. ഈ പ്രാർത്ഥനയിലും അതീവഭക്തിയോടുകൂടി പങ്കുചേരുക. അമ്മ മാതാവ് ഒരിക്കലും ഒരു സാഹചര്യമല്ല അമ്മ മാതാവ് നോക്കുന്നത്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്നാണ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതെന്ന് അമ്മ മാതാവ് നോക്കുന്നില്ല. നിങ്ങൾ എത്രത്തോളം മനസ്സിനെ ഭക്തിയോടുകൂടി അമ്മ മാതാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമാണ് അമ്മ മാതാവ് നോക്കുന്നത്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ ഈ പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് വന്നിരിക്കുന്ന ഈ മക്കളെല്ലാവരും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഈ മക്കൾ ഇന്നത്തെ ലൈവിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതാണ്. അമ്മ മാതാവിനോടൊപ്പം ചേർന്നുകൊണ്ട് അമ്മ മാതാവിലൂടെ ഇവരുടെ ജീവിതം ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മക്കളുടെ ജീവിതത്തിലും അമ്മ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഒരുക്കി വെച്ചതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഈ മക്കൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ മക്കളായി തീർന്നവർക്കെല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും സമ്പന്നതയിലേക്ക് അമ്മ മാതാവ് ഉയർത്തുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുത്തുകൊണ്ട് അമ്മയോട് ഉള്ള ലൈവിൽ അതീവഭക്തിയോടുകൂടെ പങ്കുചേരുന്നതാണ്. അമ്മ മാതാവേ, ഈ മക്കളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മുഴുവൻ എടുത്തു നീക്കിക്കൊണ്ട് ഈ മക്കൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം എടുത്ത് നീക്കിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കടബാധ്യതയിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ കടങ്ങൾ പൂർണ്ണമായിട്ടും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ അമ്മ മാതാവ് ഈ മക്കളുടെ ജീവിതത്തിലേക്ക് അമ്മ മാതാവ് വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവേയും ഈ മക്കൾ താമസിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തിയും മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തിയും കടന്ന് സങ്കടത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിന് പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ ആരൊക്കെ കുറ്റപ്പെടുത്തിയോ ആ മക്കളുടെ എല്ലാം മുന്നിലും ഈ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവേ, അതുപോലെ തന്നെ ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. വിദേശത്ത് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവ്, അവർക്ക് വിദേശത്ത് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവേ, ഈ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, അതുപോലെ തന്നെ ജോലി സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അമ്മ മാതാവ്, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്ത് നീക്കിക്കൊണ്ട് ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷ സമാധാനത്തോടുകൂടെ ഈ മക്കൾക്ക് ജോലി ചെയ്യുവാനോ അവരാഗ്രഹിക്കുന്ന രീതിയിൽ സാലറിയിലൂടെ അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്തുവാനോ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയുടെ നന്ദി പറയുവാണ്.
അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അതുപോലെ തന്നെ രോഗിയായിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ രോഗ സാഹചര്യം പൂർണ്ണമായിട്ടും എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെയോ ശരീരപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് തീർച്ചയായിട്ടും അമ്മയുടെ ഇടപെടലുണ്ട് ആ മക്കൾക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം തിരിച്ചു ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. അമ്മയുടെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അമ്മ മാതാവേ അവർക്ക് ഭവനം ഉണ്ടാകുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ മക്കൾക്ക് മക്കളുണ്ടാകുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. ദമ്പതികളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളായിക്കോട്ടെ അവരുടെ എല്ലാം കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഈ പ്രാർത്ഥനയിലൂടെ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാതെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവേ, മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാനമില്ലായ്മ, സന്തോഷമില്ലായ്മ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ മാതാവ് അതെല്ലാം അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കുടുംബം മുഴുവൻ സന്തോഷത്തോടും സമാധാനത്തോടും സാമ്പത്തിക ഉയർച്ചയോടും കൂടി ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകണമേ. അമ്മ മാതാവ്, ഈ മക്കൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു അപകടവും കൂടാതെ, ഒരു ജീവികളിൽ നിന്നും അപകടവും കൂടാതെ, ഒരു വാഹന അപകടമോ ഒരു അപകടം പോലും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുവാനും അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ മക്കളുടെ ശാരീരികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും അമ്മയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ മക്കളെ മാതാവ് സംരക്ഷിക്കണമേ. ഒരു ജീവികളിൽ നിന്നും ഇവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവാതിരിക്കുവാൻ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ്, ഈ മക്കളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അതുപോലെ തന്നെ അമ്മ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം മറ്റു മക്കളിലേക്ക് അമ്മ മാതാവിനെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അവരെ അമ്മ മാതാവ് സംരക്ഷിക്കണമേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, അമ്മ മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കൊക്കെ അവർ ആവശ്യങ്ങളും നന്ദികളും കമൻറ്റായിട്ട് ഇടുകയും ചെയ്യുന്ന മക്കളുടെ ആവശ്യങ്ങളും അവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാക്കി മാറ്റുവാനായിട്ട് അമ്മ മാതാവ് തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ഈ മക്കൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് ഈ മക്കളെ ലൈവിൽ നേരിട്ട് അമ്മയോട് സമർപ്പിക്കുന്നതാണ്. അമ്മ മാതാവിനോട് എല്ലാവരും ആവശ്യം സമർപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കാനുള്ള സമയമാണ്. ഭക്തിയോടുകൂടി തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നു. അമ്മ മാതാവ് അതിൻ്റെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണ വലയം ഈ മക്കൾക്ക് ചുറ്റും ഒരുക്കണമേ. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ മാതാവ് നിങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരണം. അമ്മ മാതാവിൻ്റെ അനേകം അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് വർഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മയോട് കൂടെ ചേർന്ന് നിൽക്കുക. ഈ വീഡിയോ മറ്റു മക്കളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.